എന്റെ പേര് പറഞ്ഞു. മനോജ് എന്നാണ്. സ്ഥലം കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്തിനടുത്ത് വളയം സ്വദേശിയാണ്. ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ ഒരുപാട് മേഖലകളിലൂടെ കയറി ഇറങ്ങിപ്പോയി. അപ്പോ ഒരു കാലഘട്ടം, അതായത് വിദ്യാഭ്യാസ കാലമൊക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഗൾഫിലേക്കാണ് ആദ്യം പോയത്. അതിനു മുന്നേ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷോപ്പിൽ നിന്ന് വലിയൊരു മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരിക്കലും വെച്ചാൽ കയ്യിൽ ക്യാഷ് കിട്ടിയാൽ അത് എത്രയും പെട്ടെന്ന് പരമാവധി സിനിമ കാണും. അത് പഠിക്കുന്ന കാലത്തായാലും എങ്ങനെയാലും ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ചെറിയൊരു ജോലി കിട്ടി, ഒരു ഷോപ്പിൽ ജോലി കിട്ടി. അത് ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു അന്ന് ജോലി കിട്ടിയിരിക്കുന്നത്. അവിടുന്നാണ് ഗൾഫിലേക്ക് ഒരു ചാൻസ് കിട്ടിയത്. അങ്ങനെ ഗൾഫിൽ പോയി. ഗൾഫിൽ ഒരു 3-4 വർഷം അവിടുന്ന് കഷ്ടപ്പെട്ട് അവിടുന്ന് ഒരുപാട് കഷ്ടപ്പെടുകയൊക്കെ സഹിച്ച് അങ്ങനെ തിരിച്ച് നാട്ടിലെത്തി. അതിനുശേഷമാണ് ഒരു മാർക്കറ്റിംഗ് മേഖലയിലേക്ക്, ഈ ഒരു മേഖലയ്ക്ക്, അതായത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലിക്ക് കയറിയത്. അങ്ങനെ ആ ജോലിയുടെ ഭാഗമായിട്ട് ഈ കാര്യം ഞാൻ പറയുന്നത്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട്, അതായത് നമുക്ക് ഏരിയ ലിമിറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ ഏരിയ ലിമിറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ ബിസിനസ്സിന്റെ ഏരിയ ലിമിറ്റ്. അപ്പൊ എനിക്ക് കോഴിക്കോട് ജില്ലയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമായിരുന്നു മാർക്കറ്റിംഗ് ആയിട്ട് പോകാറുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റ് ഭയങ്കര മത്സരമുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ എനിക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. അത് ജീവിച്ചു പോകും. അങ്ങനെയുള്ള ഒരു സമയത്ത് ഞാൻ സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാൻസി ആൻഡ് ഫുട്വെയർ ആണ് തുടങ്ങിയത്. അപ്പൊ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആ ഷോപ്പ് പെട്ടെന്ന് എന്റെ ഷോപ്പിനടുത്ത് തന്നെ വീണ്ടും ഇതേ രീതിയിലുള്ള ഫാൻസി ഫുട്വെയർ ഒരു 4 വന്നതിന് ശേഷം എനിക്ക് കച്ചവടം കുറയുകയും അത് വലിയ രീതിയിൽ പരാജയത്തിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. അതായത് നമുക്ക് ഇവിടെ നമ്മുടെ ഷോപ്പുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനം കൂടുകയും ചെയ്യുന്നത്. എനിക്ക് അവിടെ ഷോപ്പ് വർദ്ധിച്ചപ്പോൾ എന്റെ വരുമാനം കുറയുകയും എനിക്ക് വലിയ പരാജയം വരികയും ചെയ്തു. സാമ്പത്തികമായിട്ട് വലിയ നഷ്ടത്തിലേക്ക് വന്നു നിൽക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ ഈ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഭാഗത്തിൽ, അതായത് ചെയ്തുകൊണ്ടിരുന്ന ഷോപ്പൊക്കെ അടച്ചു കൂട്ടി ഒരു 10-13 ലക്ഷം രൂപ ബാധ്യത ഉണ്ടാക്കി വെച്ച് അതിനുശേഷം വീണ്ടും ഞാൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആ ഒരു മേഖലയിലേക്ക് പോയി. അപ്പോ ആ സമയത്ത് ഈ ബാധ്യത വന്നതിന് ശേഷം ഈ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് അവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇത് എന്റെ ഒരു ഭാര്യയുടെ ഒരു ബന്ധു, ഒരു ശ്രീജിത്ത് സാറിന്, അദ്ദേഹം ഈ ബിസിനസ് ചെയ്തില്ല. അപ്പൊ എന്റെ ഒരു അവസ്ഥ കണ്ടിട്ടായിരിക്കാം അദ്ദേഹം എന്നോട് പറഞ്ഞു, മനോജ് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെയാണുള്ളത്? ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ വൈഫ് ഹൗസിലാണ് ഉണ്ടായത്. ഞാൻ ഇവിടെ വൈഫ് ഹൗസിലുണ്ട്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങല്ല. ഞാനിപ്പോ മാർക്കറ്റിംഗ് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെപ്പോ വെച്ചാൽ രാത്രി ഒരു 8 മണിയൊക്കെ ആവും. അപ്പൊ 8 മണിക്ക് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോഴേക്കും ഒരു 10 മണിയൊക്കെ ആവും. അപ്പൊ ഭയങ്കര യാത്രാക്ഷീണുണ്ട്. ഒരു 150 കിലോമീറ്റർ ഡെയിലി യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് വന്ന് നല്ല ഉറക്കക്ഷീണം. അപ്പൊ അവിടുന്ന് ഉറങ്ങൽ ഒരു കാര്യം പറയാൻ, അങ്ങനെ ഞാൻ ഉറങ്ങലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-11 മണിയോട് കൂടി നമ്മുടെ ഇന്ന് കമ്പനിയുടെ CTC റാങ്കിൽ വർക്ക് ചെയ്ത ഒരു ഗവൺമെന്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന അഗേഷ് കുമാർ സാർ, അദ്ദേഹവും ഇന്ന് LTC റാങ്കിൽ വർക്ക് ചെയ്യുന്ന പുഷ്പരാജ് സാറും കൂടി, അപ്പോൾ നമ്മുടെ എന്റെ ബന്ധുവായ ശ്രീ സാറും കൂടിയിട്ടും രാത്രി ഒരു 11 മണിക്ക് വന്നിട്ട് പരിചയപ്പെടുത്തിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയെ. പക്ഷെ അന്ന് കമ്പനിയെ പറ്റി അവർ പേര് പറഞ്ഞില്ല. ഒരു ബുക്ക് വെച്ചിട്ട് അതൊക്കെ പ്രൊഡക്റ്റ് അതൊക്കെ പറ്റി ഞാൻ പറഞ്ഞു, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. കാരണം വെച്ചാല് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഈ ചെയ്യുന്ന ആളുകള്, ഒരാള് ഗവൺമെന്റ് മേഖലയിൽ ജോലി ചെയ്യുന്നത്, KSRTCയിൽ വിജിലൻസ് ഇൻസ്പെക്ടറായി വർക്ക് ചെയ്യുന്ന അഗേഷ് കുമാർ സാർ, അതുപോലെ പുഷ്പരാജ് സാർ വെച്ചാൽ ഒരു കാർപ്പൻറ്റർ ജോലി, അതായത് ഒരു ഫർണിച്ചർ ഷോപ്പൊക്കെ നടത്തുന്ന ഒരു വ്യക്തി, പിന്നെ എന്റെ ഭാര്യയുടെ ബന്ധു, ഇവരൊക്കെ എനിക്ക് പരിചയപ്പെട്ടപ്പോ ഇവരൊന്നും എന്തായാലും ഒരു തെറ്റായ വഴിയിലേക്ക് എന്നെ വിടില്ലെന്നൊരു വിശ്വാസമായിരുന്നു എനിക്ക്. അപ്പൊ അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചോദിച്ചത്, എന്താ ഞാൻ ചെയ്യേണ്ടത്. കാരണം കൂടുതൽ കാര്യങ്ങളൊന്നും കേൾക്കാൻ നല്ല ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്ലാനൊക്കെ പരിചയപ്പെട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പൊ അവർ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്ത് പിന്നെ കയ്യിലെന്താ ക്യാഷ് ഉണ്ടോ എന്തിനാന്ന് ചോദിച്ചു. ഒരു അഡ്വാൻസ് തരണം, കുറച്ച് പ്രൊഡക്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു 1000 ഉറുപ്പിക എടുത്ത് കൊടുത്തപ്പോ അവരെന്ത് ചെയ്തു, ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ആ ഒരു ബുക്കിന്റെ ഫോട്ടോ പൈസയൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോലും. അപ്പൊ അതിനുശേഷം പിന്നെ ഇവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരാഴ്ച വരെ ഇവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മളോട് പറയുന്നത് വെച്ചാൽ പിന്നീട് ഞാൻ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഞാൻ കേൾക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ ബിസിനസ്സിൽ ആരെങ്കിലും പരിചയപ്പെടുത്തി ഈ പ്ലാനും ഈ പ്രൊഡക്റ്റും പരിചയപ്പെടുത്തുന്നെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അവരെ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആ ബിസിനസ് കൊടുക്കേണ്ടതാണ്. കാരണം വെച്ചാല്
24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ നമ്മുടെ ബിസിനസ്സും പ്ലാനും ഒക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ബിസിനസ്സിൽ ആരെങ്കിലും പരിചയപ്പെടുത്തുന്നത് 24 മണിക്കൂറിനുള്ളിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ബിസിനസ് അവസരം കൊടുക്കും. അല്ലെങ്കിൽ നമ്മളെ ഒരു പാമ്പിനെ പാതി തല്ലിയത് തല്ലിച്ചതച്ചതുപോലെയാവും. അതുപോലെ എനിക്ക് പക്ഷെ ഒരാഴ്ച വരെ ഇവരെന്തോ ഒരു വീരുണ്ട്. അപ്പൊ അവര് പോയത് പിന്നെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കുറച്ചുകൂടി പൈസ വേണം, പ്രൊഡക്റ്റ് എടുക്കണേ. ഞാൻ എത്ര വേണമെന്ന്, എത്ര ഉണ്ടെന്ന്, ഒരു 10 രൂപ എന്നെ എടുക്കാനുണ്ടാവും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു 9 രൂപയും കൂടി ഒരു ഷോപ്പ് കൊണ്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മളെ ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ട് അവര് പോയിട്ട് പൈസയൊക്കെ കലർത്തിയിട്ടാണ് സാധനം കൊടുക്കും. പക്ഷെ എനിക്ക് ആ ഷോപ്പ് കൊണ്ടുപോയി കൊടുത്താൽ ആ ഷോപ്പ് തന്നെ അവർ ഈ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് വെച്ച്, ആ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് വെച്ച് എന്നോട് പറഞ്ഞു, നിങ്ങൾ പ്രൊഡക്റ്റ് വിടും, നിങ്ങളങ്ങ് എടുക്കും. ഞാൻ വണ്ടിമേൽ വരുന്നത് കൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ പോയി ഒരു കാർബോർഡ് പെട്ടിന്റെ അകത്ത് കുറെ സാധനങ്ങൾ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ കുറെ ചോന്ന പെട്ടികളുണ്ട്, അതിന്റെ കൂടെ ഒരു നീലപ്പെട്ടി. ആ പെട്ടിയൊക്കെ എടുത്ത് അഴിച്ചു വെച്ച് നോക്കുമ്പോൾ കാണുന്നത് വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. പിന്നെ അതില് 9E5 എന്നെല്ലാം പറഞ്ഞ സാധനമൊക്കെ കണ്ടു. അപ്പൊ ഞാൻ ഇവരെ വിളിച്ചു, ഇതൊക്കെ എന്തിനാണ്? അപ്പൊ ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു, ആ 9E5 എന്ന് പറയുന്നൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. അത് 12ഓളം ബെറി പഴങ്ങളും അതിന്റെ കൂടെ നെല്ലിക്ക, നോനി, കറ്റാർ വഴി ഇതൊക്കെ ചേർന്ന് ജ്യൂസാണ്. അത് ഹെൽത്ത് ഡ്രിങ്ക് ആണ്, അത് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഉള്ളു കഴിക്കേണ്ടി എന്ന് മനസ്സിലായി. അടുത്തത് എടുത്തു വെച്ചാല് പിന്നെ കവചപ്രാശ് ലേഖയാണ്. അപ്പൊ പറഞ്ഞത് പ്രതിരോധ ശേഷി കൂട്ടുന്നതാണ്, നമ്മളെ ഇമ്മ്യൂണിറ്റി ഒക്കെ വർദ്ധിപ്പിക്കുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഏത് കാലാവസ്ഥയിലും ഏത് ആൾക്കും ചെറിയ ബേബി ടു ബാബ എന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്, ഏത് കാലാവസ്ഥയിലും കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതോടെ പറ്റി, അത് ഉള്ളു കഴിക്കേണ്ട സാധനം. പിന്നെ എടുത്ത് വെച്ച് കിട്ടിയ എന്റെ കയ്യിൽ വുമൺ കമ്പാനി നടന്നു. അപ്പൊ അത് ചോദിച്ചാൽ പറഞ്ഞാൽ അത് ലേഡീസിന് മാത്രമല്ല, അത് സ്ത്രീകളുടെ പീരീഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. അതിന് കൊള്ളും. അതുകൊണ്ട് അതും ഉള്ളു കഴിക്കും. ഓരോന്നും എടുത്തു വെച്ചാൽ കൂടുതൽ സാധനങ്ങളും ഉള്ളു കഴിക്കേണ്ട സാധനം. വെൽഹാർട്ടി ഇതൊക്കെ ഉള്ളു കഴിക്കും. പിന്നെ എടുത്തു വെച്ച ചെറിയ ഒരു നീല ആ പേസ്റ്റ്, അത് കണ്ടപ്പോ ഓണോണ്ട് പേസ്റ്റ് അതൊന്ന് പറഞ്ഞു, അത് പല്ലിന്റെ മോണവീക്കം, രക്തങ്ങിനി, പല്ല് വേദന, വായുനാറ്റം ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു നല്ലൊരു ഉൽപ്പന്നമാണ് അത്. അപ്പൊ അത് ഞാനൊന്ന് വേറെ മാറ്റി വെച്ചു. പിന്നെ ഒരു പെട്ടി കണ്ട ഒരു ഹെയർ ഓയിൽ കണ്ടു, മഹാഭൃംഗരാജ് ഹെയർ ഓയിൽ. അത് എനിക്കറിയാം, ഇത് തലത്തേക്കാൾ അതും മാറ്റി. അങ്ങനെ ഓരോ പ്രൊഡക്റ്റും എടുത്ത് ഇങ്ങനെ അവരെ കൊണ്ട് ഞാനിങ്ങനെ ഒരു പേപ്പറിനകത്ത് എല്ലാം എഴുതി വെച്ച്. അങ്ങനെ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇത് കുറെ സാധനം ഉള്ളിൽ കഴിക്കട്ടെ, ഇത് ആർക്കും ഇവിടെ കൊടുക്കണ്ട. കാരണം വെച്ചാൽ ഉള്ളിൽ കൊടുത്തിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പൊ ഓൾറെഡി ഈ ഷോപ്പില് ബാധ്യത ഉണ്ടാക്കി വെച്ചതിന്റെ ഭാഗമായിട്ട് പല ഫോണും വരും. അതായത് ഈ പൈസ കൊടുക്കാനുള്ള ആളുകൾ. അപ്പൊ പല ഫോണും എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പൊ ഇത് ആർക്കും കൊടുത്തിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അതിന്റെ കോളും കൂടി വരുന്നില്ല. അതുകൊണ്ട് അതാണ് നിൽക്കട്ടെ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് വേഗം ബാക്കി നമുക്ക് പിന്നെ ഉള്ളു കഴിക്കേണ്ട ആർക്കും കൊടുക്കുന്നില്ല, അതൊരു മാറ്റി. അങ്ങനെ കവചപ്രാശം നമ്മൾ ആദ്യം ഉപയോഗിച്ചത്, കവചപ്രാശം നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിച്ച്. അത് 3 ബോക്സ് ആയിട്ടുണ്ട്. 3 ബോക്സ് ഞങ്ങൾ തന്നെ ഉപയോഗിച്ചു, ഞാനും ഭാര്യയും മോളും ഉപയോഗിച്ച്. അതിനുശേഷം 95 എന്ന് പറഞ്ഞ ഒരു ബോക്സ് ഉണ്ട്, അത് ഞാൻ ഒറ്റയ്ക്ക് ഉപയോഗിച്ചു. അങ്ങനെ ഈ ഷോപ്പിന് ഈ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഫീൽഡിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതായത് ഒരു ക്ഷീണയില്ല. പോകുമ്പോൾ നല്ലൊരു ഉഷാറില്ല. അപ്പൊ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് മാമന്റെ മോളുണ്ടായിരുന്നു അവിടെ. അപ്പൊ അവര് മനോട്ടിന് എന്താ പിന്നെ ഒരു ഉഷാറ് വന്നിട്ടുണ്ടല്ലോ, എന്തെന്നാ ഇപ്പൊ ആദ്യത്തെ പോലെ ഒന്നല്ല, ഒരു ഉന്മേഷമൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആദ്യം എനിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ കൂടിയാണ്. അപ്പം പറഞ്ഞ് ഞാൻ അന്നേരം എനിക്ക് മനസ്സിലായി, ഈ 95 എന്ന് പറഞ്ഞ സാധനമൊക്കെ കുടിച്ചിട്ടുള്ള ഉന്മേഷമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, ഇവരോട് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഞാൻ ഓരോ സാധനം മെല്ലെ ബാഗിൽ വെച്ചിട്ട് ഇതും കൊടുക്കും ഞാൻ. ഈ ഹെയർ ഓയിൽ, അതുപോലെ പേസ്റ്റ്, ഇതൊക്കെ ഞാൻ അവർക്കൊക്കെ കൊടുക്കാൻ തന്നെ. അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചെറിയ വരുമാനമൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഈ എന്റെ ശ്രീ സാർ വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങളെ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണം, ഈ ബിസിനസ്സിൽ നമുക്ക് പ്രോഗ്രാം മസ്റ്റാണ് എന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഞായറാഴ്ചയാണ് നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലെ പറ്റും. അപ്പൊ വടകര നടക്കുന്ന വടകര വ്യാഴാഴ്ച 4 മണിക്കായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. കമ്പനി GTS ആയിരുന്നു. അതിൽ പങ്കെടുക്കണം, അവിടെ ഗ്രേറ്റ് ലീഡേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോ എന്തായാലും വ്യാഴാഴ്ച ഒന്നും പറ്റൂല. അപ്പൊ അവർ നിർബന്ധിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം ഫീൽഡിൽ പോയ സമയത്ത് റൂട്ടൊന്ന് വടകര വഴി തിരിച്ചു വിട്ട് അവിടെ കയറിയപ്പോ അവിടെ സത്യം മാഷ്, അതായത് മേപ്പയൂർ സ്വദേശിയായിട്ടുള്ള ഇന്നത്തെ WTC ലീഡർ ആയിട്ടുള്ള സത്യം മാഷായിരുന്നു. നമ്മുടെ SITയുടെ ഗുരുനാഥൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹമായിരുന്നു അന്ന് അവിടെ ഉണ്ട്. അദ്ദേഹത്തെ ഒന്നും എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ സ്പീച്ചും ചലങ്ങ് മനസ്സിൽ തന്നെ തറയ്ക്കുന്ന രീതിയിലുള്ള അത്രയും നല്ല മനോഹര സ്പീച്ച് ആയിരുന്നു അദ്ദേഹം. ഈ ബിസിനസ്സിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു ബാങ്ക് എംപ്ലോയി ആണ്, അതൊക്കെ മാറ്റി വെച്ച് വാർഡ് കൺവീനർ, അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് അദ്ദേഹം പിന്നെ NTC ലീഡറായിരുന്നു. അപ്പൊ
CTC ലീഡറായിരുന്നു. അപ്പോ ഇദ്ദേഹമൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, എന്തായാലും നല്ല ഉഷാറായിട്ട് ചെയ്യാൻ. അങ്ങനെ ഞാൻ സൈഡായിട്ട് നല്ല ശക്തമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഈ ജോലിയായിട്ട് ഇത് കണക്ട് ചെയ്ത് പോകാൻ വലിയ പ്രയാസമുണ്ട്. കാരണം വെച്ചാൽ ഞാനിങ്ങനെ പോകുമ്പോൾ എന്റെ കൂടെ എന്തോ ഉണ്ടെന്ന് ബോസിന് മനസ്സിലായി. അപ്പം അവർ പറയാൻ തുടങ്ങി, നീ എന്തോ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്നെല്ലാം പറയും. ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് എന്നൊക്കെ പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്നെല്ലാം പറഞ്ഞു നിൽക്കുക. ആ സമയത്താണ് ഒരു RTP ട്രെയിനിങ് പ്രോഗ്രാം വന്നത്. അത് കണ്ണൂരിൽ വെച്ച് നടന്നു. ഒരു RTP ട്രെയിനിങ് 2 ദിവസം പ്രോഗ്രാമാണ്. 2500 രൂപ ഫീസ്. ഇതൊന്നും നടക്കാതെ 2 ദിവസം ലീവ് തരും. പിന്നെ അതുപോലെ പൈസ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇവരോട് പൈസകൾ കൊടുത്തിട്ടുണ്ട്, നീ അവിടെ നിന്ന് തന്നാൽ മതി, പക്ഷെങ്കിൽ നിന്റെ സീറ്റ് ബുക്ക് ചെയ്ത് നിർബന്ധമായിട്ട് പങ്കെടുക്കണം. അങ്ങനെ എന്ത് ചെയ്യണമെന്ന്. അപ്പൊ ലാസ്റ്റ് ഒരു കളവ് പറഞ്ഞിട്ടാണ് ഈ ഒരു RTP ട്രെയിനിങ്ങിൽ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ചെവിക്ക് ചെറിയൊരു ഓപ്പറേഷൻ, 2 ദിവസം ലീവ് വേണം. അതിന് ലീവ് കിട്ടുമെന്ന് അറിയാം. അങ്ങനെ ലീവ് വന്നിട്ടാണ് ആ 2 ദിവസം RTP ട്രെയിനിങ്ങിന് പങ്കെടുത്തത്. ആ ട്രെയിനിങ്ങിന് പങ്കെടുത്ത് അവിടെ നിന്നാണ് ശരിക്കും ഒരു തിരിച്ചറിവുണ്ടായത്. നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. അത് സ്കൂൾ ജീവിത കാലത്തിലായാലും കോളേജ് ജീവിതകാലത്തിലും എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. അതായത് A+B² A² + 2AB+B² എന്നൊക്കെ പഠിക്കും. പക്ഷെ അതൊന്നും ജീവിതത്തിൽ നമുക്ക് എവിടെയോ ഒരു ഉപകാരപ്പെടായിരുന്നു. അത് എവിടെ ഇതുവരെ അതൊക്കെ എന്തിനാ പഠിച്ചത് ഇപ്പോഴും മനസ്സിലായി. പക്ഷെ അവിടെ വെച്ച് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ശരിക്കും ഒരു തിരിച്ചറിവുണ്ടാകുന്ന പ്രോഗ്രാം ഇത് RTP ട്രെയിനിങ് പ്രോഗ്രാം. അപ്പൊ അവിടെ നിന്ന് ഞാനൊരു തീരുമാനം, ഇനി ജോലി ചെയ്യുന്ന ജോലി ഞാൻ മാറ്റി വെക്കും. അങ്ങനെ അന്ന് ഞാൻ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞ് അടുത്ത മാസം മുതൽ ഞാൻ ജോലിക്കില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒഴിവാക്കി പോരും. അവിടെ എല്ലാം ഇത് ക്ലിയർ ചെയ്ത് തിരിച്ചു പോരും. അതിനുശേഷം പക്ഷെ പിന്നെയാണ് ആലോചിച്ചത്, കയ്യിലൊരു പൈസ ഇല്ല. അതായത് ഓൾറെഡി ബാധ്യത വെച്ചിട്ടുണ്ട്. പിന്നെ ജോലി ഒഴിവാക്കി പിടിച്ചു നിൽക്കണം, ജീവിക്കണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യും. അപ്പൊ ശക്തമായിട്ട് റീറ്റെയിലർ ഇറങ്ങിയെന്ന് വെച്ചാൽ ഇവരോട് പിന്നെ ശ്രീ സാറിനോടൊക്കെ ചോദിക്കുന്നത് എന്തിനുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും ചോദിച്ചാലും മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ റീറ്റെയിൽ നല്ല രീതിയിൽ അങ്ങനെ റീറ്റെയിൽ ചെയ്യുന്ന കൊടുക്കുമ്പോൾ എന്റെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ശ്രീജ് സാർ എന്തോ കാരണത്താൽ ഈ ബിസിനസ് അങ്ങ് വിട്ടുപോയി. പിന്നെ ഞാൻ എനിക്ക് അപ്ലൈ ചെയ്തില്ല. അപ്പോ ഞാൻ വർക്കിനൊക്കെ വിളിക്കേണ്ടി വെച്ചാൽ പിന്നെ എന്താ ചെയ്യുന്നത്, ഞാൻ നോക്കുമ്പോ എന്റെ അപ്ലൈനെ എന്റെ വീട്ടിന്റെ കുറച്ച് ദൂരെ കക്കട്ടിലൊരു ശ്രീജ് സാർ ചെയ്യുന്നത്. അദ്ദേഹം DTC റാങ്കിലായിരുന്നു, അന്ന് ATC റാങ്കിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ കാര്യം അത് എന്നെ വിളിച്ചു, ഞാൻ എല്ലാത്തിനും ഉണ്ടാകും. അങ്ങനെ അദ്ദേഹത്തിന് വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ റീറ്റെയിൽ ചെയ്യുന്നതോടൊപ്പം നമുക്ക് റിക്രൂട്ട്മെന്റ് ഇതിൽ ആളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വരുമാനം വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തർ പരിചയപ്പെടുത്താനൊക്കെ തുടങ്ങി. അപ്പൊ ശ്രീ സാറിനെ കൂട്ടിയിട്ട് ഞാൻ പോകും. ശ്രീ സാറിനെ കൂട്ടി പോയി കഴിഞ്ഞാല് അദ്ദേഹം ഇതിങ്ങനെ എന്താ പറയുന്നത്, അദ്ദേഹം ആദ്യം ബുക്ക് എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് പരിചയപ്പെട്ടു, കുറെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുന്നു. അതൊക്കെ ഞാൻ കണ്ട് മനസ്സിലാവും. അങ്ങനെ പിന്നെ അദ്ദേഹം ഒരു ബുക്ക് എടുത്ത് വെച്ച് അതിൽ പ്ലാനിങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞാൻ കണ്ട് മനസ്സിലാവും. അപ്പൊ ഒരു സ്ഥലത്ത് പോയപ്പോ ഞാൻ പറഞ്ഞു, സാറേ ഇനി ഞാനൊന്നും ഈ പ്രൊഡക്റ്റ് ഞാനും പരിചയപ്പെടുത്തി കൊടുക്കാൻ. അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി. അപ്പൊ ശ്രീ സാർ ഗംഭീരമായിട്ട് ഇനി പ്രൊഡക്റ്റ് എല്ലാം നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തി. പിന്നെ പോകുന്നേരം ഞാൻ പറഞ്ഞു പ്ലാൻ ഞാൻ പരിചയപ്പെട്ടു. അങ്ങനെ പ്ലാൻ പോയി. അപ്പൊ ശ്രീ സാർ ഇനി ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് അവസരം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയും. അവരെ നിങ്ങൾ പിന്നീട് പ്രോഗ്രാമിൽ അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ കൂടെ പരിചയപ്പെടുത്തിയ 1-2 വ്യക്തികളെ കൂട്ടി ഞാൻ അടുത്ത് ഒരു ദിവസം അങ്ങനെ പോയി പരിചയപ്പെടുത്തിയ സമയത്ത് ഞാനിങ്ങനെ ഒരു വീട്ടിലിങ്ങനെ പ്ലാനിങ്ങനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അവിടെ ഒരു പാലക്കാടിലൊരു ലേഡിയാണ്. അപ്പൊ അവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. അപ്പൊ ആ ലേഡിക്ക് പ്രൊഡക്റ്റ് ഇങ്ങനെ പരിചയപ്പെടുത്തുക. ആ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ കവചപ്രാശം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തും. വലിവിന്റെ ഒക്കെ അസുഖത്തിന് നല്ലതാണ്, ഇമ്മ്യൂണിറ്റി കൂടും, നല്ല 42ഓളം ചേരുവകൾ അടങ്ങിയ പ്രൊഡക്റ്റാണ്. അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്തുനിന്ന് 1 ലക്ഷം പ്രായമുള്ള ഒരു വ്യക്തി ഇറങ്ങുക. അദ്ദേഹം വെച്ചാൽ എനിക്ക് 1 ലക്ഷം വെള്ളം അടിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞ സാധനം ഒന്നുകൂടി പറഞ്ഞത്. ഞാൻ ചെന്ന് നീ ഇപ്പൊ എന്തോ ഒരു വലിവിനൊക്കെ പറ്റുന്ന എന്തോ സാധനത്തിനെ പറ്റി പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും അത് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്റെ ഭാര്യയൊക്കെ വലിവിന്റെ അസുഖമുണ്ട്, അപ്പൊ അത് നീ മാറ്റി തരുമെന്ന്. ഞാൻ കുറെ ആയോ വന്നു, ഒരു 5-8 വർഷമായി. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് നീ എനിക്ക് എന്ത് ചെയ്യുന്ന ഒരു മുദ്ര പേപ്പറിൽ എഴുതാണ്, ഈ അസുഖം മാറ്റി തരുന്ന ഒരു മുദ്ര പേപ്പറിൽ എഴുതാണ്. പെട്ടെന്ന് ഞാനൊന്ന് മിസ്റ്റേക്കായി. പിന്നെ ഞാൻ പറഞ്ഞു, സാറേ ഈ 8 വർഷമായിട്ട് നിങ്ങൾ ഇതുവരെ ഒരു ഡോക്ടർക്കും കാണിച്ചിട്ട്. അപ്പൊ പറഞ്ഞു ഞാൻ ഒരുപാട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഏത് ഡോക്ടറെ നിങ്ങൾക്ക് മുദ്ര പേപ്പറിൽ എത്തുന്നത്, ഈ രോഗം മാറുന്നു പറഞ്ഞു. ഇല്ല, ഒരു ഡോക്ടർ എത്താൻ. ഞാൻ പറഞ്ഞു ഞാൻ മുദ്ര പേപ്പറിലൊന്നും എത്തുന്നില്ല, പക്ഷെങ്കിൽ 100% ഗ്യാരണ്ടി തരാം. ഞാൻ തരുന്ന പ്രോഡക്റ്റ് കറക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ അസുഖം മാറുന്ന 100% ഗ്യാരണ്ടി തരാന്ന് അങ്ങ് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞാല് അങ്ങനെ നീ തന്നിട്ട് ഈ പ്രോഡക്റ്റ് കഴിച്ചിട്ട് എന്റെ ഭാര്യന്റെ അസുഖം വന്ന് എന്റെ ഒരു മാസം ശമ്പളം അങ്ങ് തരും. ഞാൻ നിങ്ങൾ ഐഡിയ പറഞ്ഞു, ഞാൻ ഒരാളെങ്കിലാണ്
ഞാൻ പറഞ്ഞു എനിക്ക് ശമ്പളമൊന്നും വേണ്ട, ഈ അസുഖം മാറുമല്ലേ നമുക്ക് വേണ്ടി, നിങ്ങൾ എന്ത് ചെയ്യാ ഈ സാധനം മേടിച്ചു പോയി. ഞാൻ എന്നോട് ചോദിച്ചു എവിടുന്ന് കിട്ടും, എന്റെ കൂടെ ഒരു സജിത്ത് സാർ വന്നില്ല, മൂപ്പറ കയ്യിലുണ്ടായിരുന്നു. മൂപ്പറ അന്ന് ആ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത പാട്. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ഇവരെ എടുത്ത് മേടിച്ച. അങ്ങനെ ഞാൻ അവിടുന്ന് വർക്കൊക്കെ പറഞ്ഞു പോകുന്നു. പിറ്റേന്ന് രാവിലെ സജിത്ത് സാർ രാവിലെ തന്നെ ഒരു 7 മണി ഞാൻ വിളിക്കുന്നു. ഇവർക്ക് ജോലിക്ക് പോകുന്നതിന്റെ മുന്നേ വിളിച്ചത്. എന്നോട് ഇയാള് വന്നിട്ട് ചന്ദ്ര സാർ വന്നിട്ടുണ്ട്, പിന്നെ അവർക്ക് ഇത് വേണം. ഞാൻ പറഞ്ഞു കവചപ്രാശം കൊടുക്ക്. അങ്ങനെ കവചപ്രാശം ആണ് ഫസ്റ്റ് കൊടുത്തത്. അന്ന് കൊടുത്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ സജിത്ത് സാർ വിളിക്കുന്നു, സാറേ ചന്ദ്രേട്ടൻ വന്നിട്ടുണ്ട്. ഞാൻ ചെന്നത് അപ്പൊ പറഞ്ഞു ഇവർക്ക് ഭയങ്കര ചുമ. ഞാൻ പറഞ്ഞു കഫ്റ്റിലും കൂടി കൊടുക്കുന്നത്. അങ്ങനെ കഫ്റ്റിലും കൊടുത്ത് അങ്ങനെ ഒരു ബോട്ടിൽ കഴിഞ്ഞപ്പോ ഞാൻ ഏകദേശം കഴിയാറായപ്പോ ഞാൻ സജിത്ത് സാറിനോട് നിങ്ങൾ വേഗം തീർന്നതിന്റെ മുന്നേ ഒരു ബോട്ടിൽ കൂടി കൊടുക്കണേ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുണ്ട്, എങ്ങനെയുണ്ട് റിസൾട്ട്? അപ്പൊ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പൊ ഒരു കുന്നിന്റെ മുകളിലാണ് ഇവരുടെ വീട്. അപ്പൊ ഒരു കുറെ കാര്യം അവിടെ നിന്ന് ഇങ്ങനെ കുറെ നേരം വലിച്ചു പിന്നെ ഇങ്ങനെ. അപ്പൊ അതൊക്കെ ചെറിയ മാറ്റം എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തീരുമ്പോഴത്തേക്കുള്ളൂ. അങ്ങനെ ഏകദേശം 2 ബോട്ടിൽ കവചപ്രാശം കഴിക്കുമ്പോൾ ഒരു 5-8 വർഷമായിട്ട് അനുഭവിക്കുന്ന ആ വലിവിന്റെ അസുഖം മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഭിമാനിക്കാവുന്ന നേട്ടമായിട്ട് എനിക്ക് പറയും. അപ്പൊ അന്ന് ആ വലിവിന്റെ അസുഖം പറ്റി അപ്പൊ എനിക്ക് കോൺഫിഡൻസ് കൂടുവാണ്. എന്ന് വെച്ചാൽ ഈ ബിസിനസ്സിൽ നമുക്ക് അപ്ലൈൻ ഇല്ലെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഓരോ ടീമിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോ ഞാൻ ഈ റീറ്റെയിൽ നല്ല രീതിയിൽ തുടങ്ങി. അപ്പൊ ബിസിനസ് ഒഴിവാക്കി റീറ്റെയിൽ നല്ല ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും പ്രോഡക്റ്റ് വേണം. അങ്ങനെ വീണ്ടും വീണ്ടും റീപർച്ചേസ് ചെയ്യാനുണ്ട്. റീപർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അക്കൗണ്ടിൽ മെല്ലെ മെല്ലെ ചെറിയ ചെറിയ വരുമാനമൊക്കെ ആദ്യം വന്നത് 453 രൂപയാണ് അക്കൗണ്ടിൽ വന്നത്. അപ്പൊ റീറ്റെയിൽ ചെയ്ത പ്രോഡക്റ്റും പിന്നെ ചെറിയ രീതിയിലുള്ള ഈ അക്കൗണ്ടിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ബിസിനസ് എത്തിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ ആളുകളെയും ഈ ബിസിനസ് അവസരം പറ്റി നമ്മളെ ഒരു ഇത് എന്നോട് പറഞ്ഞു വെച്ചാൽ ഒരു 200 പേരുടെ രജിസ്റ്റേഡ് ആണ്. അപ്പൊ ആദ്യം ഒന്നും എനിക്ക് ആരും കിട്ടാതിരുന്നപ്പോ ഒരു ദിവസം ഞാൻ ഒരു പ്രോഗ്രാം അതും സത്യം ഭാഷ തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നു. അപ്പൊ സത്യം ഭാഷ ഇങ്ങനെ പറയാം. സത്യം ഭാഷ പറയുന്നത് വെച്ചാല് നിങ്ങള് സത്യമാഷി ബിസിനസ്സിൽ വന്നിട്ട് ഏറെ കാലം ആരെയും കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ഇങ്ങനെ പോകുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്തുള്ള ഏതോ ചങ്കരായിട്ട് നേരത്തെ സത്യമാഷ പക്ഷേ പിന്നെ രാത്രി പോകുമ്പോ ടോർച്ച് കരുതിക്കോ. അതെന്താ പക്ഷേ ടോർച്ചിന്റെ കയ്യിൽ അല്ല, നല്ല ടോർച്ചിന്റെ കരുതിക്കോ, ഒരു വടിയും കരുതിക്കോ. കാരണം ഇന്നലെ രാത്രി ഞാൻ വരുന്നേരം ഒരു പട്ടി എന്റെ പിന്നെ അത് മോങ്ങുന്നെടുത്ത് തിരിഞ്ഞ് കല്ലെടുത്ത് ഏറ് കൊടുത്ത്. അപ്പൊ ആ കല്ലെടുത്ത് എറിഞ്ഞപ്പോ പട്ടി വേഗം തിരിച്ചങ്ങ് പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ഏകദേശം ഗേറ്റിന്റെ അടുത്തെത്തി പിന്നെ ഭയങ്കര സൗണ്ട് നോക്കുമ്പോൾ 10-12 പട്ടിയുടെ ഇങ്ങനെ വരുന്നു ഓടിക്കറിച്ചു വരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഗേറ്റ് അടിച്ചോണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെയാണ്. അപ്പൊ സത്യമായിട്ട് അന്നേരം ആരും പറഞ്ഞത് വെച്ചാല് ഈ ബിസിനസ്സിൽ വന്നിട്ട് ഇത്രയും ദിവസം 6 മാസമായിട്ട് എനിക്കൊരാളെയും കിട്ടി. പക്ഷെ ഒരു പട്ടിക്ക് ഈ അർദ്ധരാത്രി 10-12 പട്ടീനെ കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു മനുഷ്യനായിട്ട് ജീവിക്കുന്നില്ല, അർത്ഥമില്ല എന്നൊരു വാക്ക് പറഞ്ഞു. അതെനിക്ക് ശരിക്കും അങ്ങ് സ്ട്രൈക്ക് ചെയ്തു. കാരണം വെച്ചാല് ഒരു പട്ടി അർദ്ധരാത്രി പട്ടികളെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ബിസിനസ്സിൽ വന്ന് ഈ 3-3.5 കോടി ജനങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ അല്ലെ 344 കോടി ജനങ്ങൾ ജീവിക്കുന്ന ബിസിനസ് ഈ രാജ്യത്ത് നമുക്ക് ഈ ബിസിനസ്സിൽ നമ്മുടെ കൂടെ ചേരാൻ കുറച്ചാളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നാണക്കേട്. അങ്ങനെ ആ ഒരു ബാക്കി എപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി. അപ്പൊ അതിനുശേഷം ഞാൻ ഇങ്ങനെ ആളുകളെ ഇങ്ങനെ ബിസിനസ് പരിചയപ്പെടുത്താൻ തുടങ്ങി. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പം ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ഈ പരിചയപ്പെടുത്തിയ ആളുകളെല്ലാം ബിസിനസ്സിൽ നിൽക്കില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പരിചയപ്പെടുത്തുന്ന ആളുകളെ നമ്മൾ ഏതൊക്കെ ട്രെയിനിങ്ങുകൾ നമ്മൾ പരമാവധി പ്രോഗ്രാമുകൾ ഏതൊക്കെ പ്രോഗ്രാമുകളുടെ അതൊക്കെ അറ്റൻഡ് ചെയ്യും. FSS ആയാലും പിന്നെ പ്രൊഡക്റ്റ് ട്രെയിനിങ് ആയാലും ATP ആയാലും എല്ലാ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാറ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആരെ പരിചയപ്പെടുത്തണം, അവരെ നമ്മൾ എന്തൊക്കെ പ്രോഗ്രാമുകൾ അതൊക്കെ അവരൊക്കെ പരിചയപ്പെടുത്തും. കാരണം ഈ പ്രോഗ്രാമിലൊക്കെ അവരെ കയറ്റി വിടും. കാരണം വെച്ചാല് നമ്മളെ ഈ ബിസിനസ്സിൽ ആദ്യം വരുന്ന ആളുകൾ നമ്മളെ വിശ്വസിച്ചിട്ടാണ് വരുന്നത്, നമ്മളെ വാക്കുകൾ കേട്ടിട്ടാണ്. പക്ഷെ ഈ ബിസിനസ്സിനെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ അവർക്ക് നല്ല അറിവ് ലഭിക്കണം ഈ പ്രോഗ്രാമുകളിലൂടെ കടത്തിവിടും. അപ്പോ ഈ പ്രോഗ്രാമുകളിലൂടെ കടത്തിവിട്ട് അവർക്ക് നല്ല അറിവുണ്ടായി കൊടുക്കുക. അപ്പൊ ഈ ബിസിനസ്സിനെ പറ്റി നല്ലൊരു അറിവ് അവർക്കുണ്ടായി. ഈ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു. അവരെ പഠിപ്പിക്കാതെ വിട്ടു കഴിഞ്ഞാൽ അവർ ക്രമേണ ഈ പ്രോഗ്രാം ഒന്നും അറ്റൻഡ് ചെയ്യാതെ ക്രമേണ ഈ ബിസിനസ് അവർ വിട്ടുപോകുന്ന കാണാം. അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ അത് നമ്മുടെ കുറ്റാണ്. കാരണം വെച്ചാൽ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ വന്ന വ്യക്തി ഈ അവസരം ശരിക്കും പരിചയപ്പെടുത്തി കൊടുക്കാത്തതുകൊണ്ട് അവർ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും പിന്നെ ഇവരെ കൂടെ വന്ന വ്യക്തികളോ ആരൊക്കെ നല്ല രീതിയിൽ ഉയർന്നു വരുന്നത് കാണും. അവർ ശരിക്കും പറയാ വെച്ചാൽ ഈ ചങ്ങായി എന്നോട് ശരിക്കും ഇതൊന്നും പരിചയപ്പെടുത്താതെ എനിക്ക് ഇതൊന്ന് മനസ്സിലാക്കി തന്നിട്ട് ഞാൻ നല്ല രീതിയിൽ ചെയ്യുമായിരുന്നു എന്ന് അവർ ഉറപ്പാ നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും നമ്മളെ ശ്രമിക്കും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇവരെ ഈ ബിസിനസ് നമ്മൾ പരമാവധി ഇവരെ പ്രോഗ്രാമുകളിലും ട്രെയിനിങ്ങുകളിലും ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ പഠിപ്പിച്ചു
നമ്മളെപ്പോലെ ലീഡറാക്കി അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെന്നും നമ്മുടെ ജീവിതകാലം മുഴുവൻ അവർ നമ്മുടെ കൂടെ ഈ ബിസിനസ്സിൽ ഉണ്ടാവും. അത് നമുക്കൊരു വലിയൊരു ഇതായിട്ട് മാറുകയും ചെയ്യും, മെച്ചമായിട്ട് മാറുകയും ചെയ്യും. അവരും രക്ഷപ്പെടും, അവരുടെ കുടുംബവും രക്ഷപ്പെടും. അപ്പൊ നമ്മൾ പരമാവധി നമ്മൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവരുന്ന ആദ്യം തന്നെ കൊണ്ടുവരേണ്ടത് വെച്ചാൽ നമ്മുടെ ബന്ധുക്കളെയാണ്, പിന്നെ സുഹൃത്തുക്കളെ. അതായത് നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ട, കാരണം വെച്ചാൽ നമ്മൾ രക്ഷപ്പെടുമ്പോൾ നമുക്ക് ഈ ബിസിനസ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളെ രക്ഷപ്പെടുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും രക്ഷപ്പെടുന്നത്. നമ്മൾ ഏതൊരു ബിസിനസ്സിൽ പോയി കഴിഞ്ഞാൽ, ഏതൊരു മേഖലയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ മേഖലയിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പരാജയം. അതൊരു സ്പോർട്സ് മേഖലയില ഏതോ ഒരു ബിസിനസ്, അതായത് സാധാരണ ഒരു കച്ചവട മേഖലയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമ്മുടെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് തുടങ്ങി. ഞാൻ പറഞ്ഞു എന്റെ ഷോപ്പ് പരാജയപ്പെടും, കാരണം എന്റെ ഷോപ്പിന്റെ അടുത്ത് തന്നെ വേറെ ഷോപ്പ് വന്നപ്പോഴാണ്. ഇവിടെ നമുക്ക് അങ്ങനെയല്ല, മറ്റു കൂടെ വന്നവരെയും കൂടി വിജയിപ്പിച്ചുകൊണ്ട് വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരത്തിലാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ വന്നെത്തിയിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കും. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ബന്ധുക്കളായ ശത്രുക്കളെ കൂടി ബിസിനസ് അവസരത്തിലേക്ക് കൊണ്ടുവന്ന് വിജയിപ്പിച്ചു കൊണ്ടുവന്ന് നമ്മളും വലിയ ഉയരങ്ങളിൽ, അതിനുവേണ്ടി എല്ലാവരും അവരെ പിന്നീട് കാണാന്ന് വിചാരിച്ചാൽ അത് ആരുടെ എങ്കും കൂടി ചിലപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാമിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരണം എന്ന് വിചാരിച്ച വേറെ ആരുടെ എങ്കും കൂടെ ആ പ്രോഗ്രാമിൽ എത്തിയത്, പിന്നീട് അവരെ ഇങ്ങോട്ട് വിളിക്കാൻ എന്ന് വിചാരിക്കുന്നതിൽ നല്ലത് ആദ്യം തന്നെ നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെട്ടണമെന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് തന്നെ അവരെ പോയി പരിചയപ്പെടും, അവർക്ക് ബിസിനസ് അവസരം കൊടുക്കും, അവര് പിന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കും. നല്ല കാര്യം നമ്മൾ ആദ്യം തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അപ്പം അങ്ങനെ ഈ അവസരത്തിലൂടെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല്, ഈ ആദ്യം ഈ ഒരു ബിസിനസ്സിൽ ഒരു പ്രോഗ്രാം നടത്തുന്ന ആ പ്രോഗ്രാമിൽ പെർഫോമൻസ് ബോണസ് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹോണറിങ് കിട്ടുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, പെർഫോമൻസ് എനിക്ക് വലിയ ടീമൊന്നും ആയിരുന്നു. അപ്പൊ ടീമൊന്നും ആവാത്ത സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പിന്നെ ശ്രീ സാറിനോട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പെർഫോമൻസ് അടിച്ചാൽ കൊള്ളാന്നുണ്ട്, എന്താ ചെയ്യാം. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ടീമൊന്നും ആയിട്ടില്ല, അല്ല പിന്നെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യാൻ 2,70,70,000, അതായത് 1,35,000, 1,30,000 രണ്ടു ഭാഗത്ത് ഇട്ടിട്ട് പെർഫോമൻസ് അടിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ഈ ബിസിനസ്സിൽ വരേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ 2,70,000 ഒന്നിച്ച് എന്റെ കയ്യിൽ എടുക്കാനുണ്ടെങ്കിൽ പിന്നെ ഈ ബിസിനസ്സിൽ വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറ്റൂല. അപ്പൊ അദ്ദേഹം അത് ഒരു കൈ കഴിഞ്ഞതുപോലെ. പക്ഷെങ്കിൽ എനിക്ക് ആ പ്രോഗ്രാമിന്റെ വേദിയിൽ എനിക്ക് കയറി ഒരു ഹോണറിങ് വാങ്ങണമെന്നൊരു വലിയൊരു ആഗ്രഹം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഓടാൻ തുടങ്ങി. ഓടിയപ്പോ ഒരു ഭാഗത്ത് ഞാൻ നോക്കിയപ്പോൾ ഏകദേശം വന്നു, ഒരു ഭാഗത്ത് പിന്നെ ഒരു 70,000 ഷോട്ട്. അതായത് ഒരാഴ്ച കൊണ്ടെടുത്ത തീരുമാനമാണ് എന്റെ ഈ ബിസിനസ്സിൽ എനിക്ക് പെർഫോമൻസ് അടിക്കും. അങ്ങനെ ഓടി ലാസ്റ്റ് അവസാനം 70,000 ഷോട്ട് എന്ത് പെർഫോമൻസ് പിടിക്കാൻ ബാക്കിയൊക്കെ സെറ്റ് ആയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് 12 മണി വരെ ഓടിയത്. വ്യാഴാഴ്ച രാത്രി 12 മണി നടക്കൂല എന്ന് അങ്ങനെ ഒഴിവാക്കി പെർഫോമൻസ് നടക്കും. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് ഭാര്യ എന്നോട് ചോദിച്ചു, എന്താ ഒരു ആകെ ഒരു മൂഡ് ഔട്ട് ആയിരിക്കും. ഞാൻ പറഞ്ഞു പെർഫോമൻസ് അടിക്കണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു, അത് നടക്കൂല, എന്ത് പറ്റി ഒരു 70,000 പിന്നെ കുറവിട്ടത്. ഭാര്യ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല, അതൊന്നും ആണ്. ഇപ്പൊ എന്റെ ടീമിനപ്പുറത്തല്ല, എന്റെ അപ്ലൈൻ ലീഡറെ പിന്നെ ഓർക്ക് വണ്ണിലൊരു ലീഡർ, അദ്ദേഹം എന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു നിങ്ങൾ പെർഫോമൻസ് അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി, കാര്യങ്ങൾ നടക്കുമോ? അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും റെഡി ആയില്ല സാറേ, ചെറിയ ഷോട്ടുണ്ട്, എത്ര ഉണ്ട്? ഞാൻ പറഞ്ഞൊരു 10-7. എന്നോട് പറഞ്ഞു എന്റെ കൈക്ക് പേരം കുത്തി ഒരു മോതിരുണ്ട്, അതുകൊണ്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ അത് ഭാര്യ പറഞ്ഞു മോള് ചെറിയ ചെയിൻ ഉണ്ട്, അതും അഡ്ജസ്റ്റ്. പിന്നെ എനിക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൈസയുടെ കുറവാണ്. അപ്പൊ ഞാൻ എന്റെ കൂടെ വന്നിട്ട് ഒരു പോസ്റ്റൽ ഒരു അഭിലാഷ് സാർ, അപ്പൊ പറയുമ്പോ വിഷമമുണ്ട്, അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഇതെല്ലാം മരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനത് അജിത് സാറിനോട് വന്ന് എനിക്ക് പറ്റുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അത് പേടിക്കണം സാറേ, എന്റെ ഭാര്യന്റെ കയ്യിൽ ഒരു വളയുണ്ട്. അങ്ങനെ ഇതൊക്കെ മേടിച്ച് ഞങ്ങൾ എന്തിനു പിറ്റേന്ന് ഒരു 12 മണി അവിടെ പൈസ ഒക്കെ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി കോഴിക്കോട് എന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് പോയി. അതായത് കോഴിക്കോടെത്തി നോക്കുമ്പോൾ അവിടെ വലിയ തിരകം, ഒരു വലിയൊരു പ്രോഗ്രാം നടക്കുന്ന സമയത്താണ്. അതിന് പെർഫോമൻസ് അടിക്കാനോ അതിനുവേണ്ടി ആളുകളിലേക്ക് ക്യൂ നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ ഫോമൊക്കെ ഫിൽ ചെയ്തുമ്പോഴേക്ക് 5 മണിയായി. 5 മണിയപ്പോൾ ഞാൻ ഈ ഫോം കൊടുത്തരാൻ പറഞ്ഞു, 5 മണിയായി സാറേ, 5 മണിക്ക് ഫോം ഇതൊന്നും മേടിക്കില്ല. കാരണം വെച്ചാൽ ഓർഡർ ഫോം ചെയ്യില്ല. കാരണം വെച്ചാൽ ഇപ്പൊ നാളെ 12 മണി വരെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആകെ നിരാശയായി. കാരണം വെച്ചാൽ ഞാൻ ഇത്രയും ഓടിപ്പിടിച്ചിട്ട് ഇവിടെ എത്തിയിട്ട് ഇത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് പെർഫോമൻസ് അടിക്കണം, അത് വേണ്ടിയിട്ടാണ്. അവിടെ ഇവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഫോമെല്ലാം നിങ്ങളെ കയ്യിൽ വെക്ക്, ഇതൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് അടിക്കാം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് എന്തൊക്കെ ഒരു വെള്ളം പോയി കുടിക്കും, ഒരു ചായ കുടിക്കാൻ. അപ്പൊ അവര് മേടിച്ചട വെച്ച് ഞാൻ പോയി ചായ എല്ലാം കുടിച്ചു. അത് കൗണ്ടറിന്റെ ഇപ്പുറത്തെ ഇങ്ങനെ അവര് കാണുന്ന അവിടുന്ന് ഒരു സ്ഥലത്ത് മാറാതെ മറ്റുള്ളവർ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, ഞാൻ അവിടെ തന്നെ അവരെ മുന്നിൽ തന്നെ. രാത്രി ഒരു 11:50 ആയപ്പോ
എന്റെ ഫോം വിളിക്കുന്നത്. അപ്പൊ എന്നെക്കാളും മുന്നേ വന്ന ആളുകളൊക്കെ അവിടെ നിൽക്കുക. എങ്ങനെയാന്ന് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു 11:50 അവർക്ക് എന്റെ ഇതൊക്കെ ബില്ല് ചെയ്ത് തന്നെ 12 മണിയാകുമ്പോഴേക്ക് അന്ന് ആ പെർഫോമൻസ് ഞാൻ അടിച്ചിരുന്നു. അപ്പൊ നമ്മൾ ശക്തമായിട്ടൊരു തീരുമാനം മനസ്സിലെടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന് ശക്തിയുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന തീരുമാനമാണെങ്കിൽ തീർച്ചയായും സംഭവിച്ചിരിക്കുന്ന എനിക്ക് ബോധ്യമായ ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇത്രയൊക്കെ ആളുകളാണ് നിൽക്കുന്നുണ്ട്. എന്നിട്ടും അതിന് ആ സമയത്ത് തന്നെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ക്യാഷ് എവിടെ നിന്നൊക്കെ അറേഞ്ച് ചെയ്ത് വന്നു അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് സംഭവിച്ചു. അങ്ങനെ ആ ഒരു പെർഫോമൻസ് അടിച്ച് അതിനുശേഷം ആ ഒരു പ്രോഗ്രാമിന്റെ വേദി ഏകദേശം 10,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വേദി, ഒരു സദസ്സിന്റെ മുന്നിൽ ആ വേദിയിൽ കയറി നിന്നിട്ട് ഞാനിങ്ങനെ ആ ഹോണറിങ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ഞാനത് കൈ രണ്ടും ഉയർത്തിട്ട് ഇങ്ങനെ മുകളിൽ ഉയർത്തിട്ട് അട്ടഹാസം ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത്രയും ഒരു ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഹോണറിങ് എനിക്ക് കിട്ടിയില്ല. കാരണം വെച്ചാൽ അത്രയും വലിയൊരു അഭിമാനത്തോടു കൂടിയായിരുന്നു ഞാൻ സ്റ്റേജിൽ നിന്നത്. കാരണം നമ്മൾ എന്തൊക്കെയോ നേടിയതുപോലെയായിരുന്നു. അപ്പൊ നമ്മൾ പറയില്ലേ നമ്മളെ എവറസ്റ്റ് കൊടുമുടിയൊക്കെ കീഴടക്കിയ ഒരു അനുഭവമായിരുന്നു എനിക്കത്. അത്രയും വലിയൊരു അഭിമാനം. അപ്പൊ നമ്മളൊരു തീരുമാനം എടുക്കുന്നുണ്ട്, അതൊരു ഉറച്ച തീരുമാനം എടുക്കുക. നമ്മൾ ആ തീരുമാനത്തിന് പിന്നാലെ ഒരു ലക്ഷ്യം കൊടുക്കുക. അത് ലക്ഷ്യം ഗോളാക്കി മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അത് നേടിയിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ തീരുമാനം എടുക്കും. പലരും പറയും നമുക്ക് വെച്ചാൽ ചിലരൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ പറയാന്ന് വെച്ചാല് അതൊക്കെ ചിലരുടെ ഭാഗ്യാണെന്ന്. നമ്മളെ ആര് പറഞ്ഞ പോലെ റോബർട്ടോ ക്യൂസാക്കി പറഞ്ഞതുപോലെ ഭാഗ്യം അതല്ല, അതൊക്കെ ഒരു ശാസ്ത്രീയ വശമുണ്ടെന്ന് പറയുന്നില്ല നമ്മളെ GPS പറയുമ്പോൾ. അതുപോലെ ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് പറയും. പക്ഷെ ഭാഗ്യമൊന്നുമല്ല സാറേ, ഭാഗ്യം എല്ലാവർക്കും ഉണ്ട്. കാരണം വെച്ചാല് പിന്നെ റോക്ക്ഫെല്ലർ എന്ന ഒരാളെ പരിഗണിക്കുന്നത്. റോക്ക്ഫെല്ലർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചിരിക്കുന്നവരെ ഏറ്റവും വലിയൊരു കോടീശ്വരനാണ് റോക്ക്ഫെല്ലർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം വെച്ചാല് ഒരു തികച്ചും സാധാരണക്കാരനൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരനും കൂടി അമേരിക്കയിൽ ഒരു മില്ല് തുടങ്ങി. അതായത് സ്റ്റാൻഡേർഡ് ഓയിൽ മില്ല് എന്ന് പറയുന്ന ഒരു മില്ല് തുടങ്ങിയത്. അതിലൂടെ അദ്ദേഹം വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഒരു വ്യക്തി റോക്ക്ഫെല്ലർ. അപ്പൊ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു തന്നെ, നിങ്ങളൊക്കെ വലിയ ഭാഗ്യം ചെയ്ത വ്യക്തികളാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വലിയ കോടീശ്വരൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാഗ്യം എന്ന് പറയുന്നത് ഭാഗ്യദേവത നമ്മുടെ തലക്ക് മുകളിലൂടെ എപ്പോഴും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ചാടിപ്പിടിക്കണം. ആ ഭാഗ്യദേവത ഒരു പ്രാവശ്യം നമ്മുടെ തലക്ക് മുകളിൽ കൂടെ പറന്നു പോയി ചാടി പിടിച്ചോളൂ, എന്നാല് ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. ഓ അന്നേരം ഈ കൂട്ടുകാരൻ ചോദിച്ചെന്ന് വെച്ചാല് ആ ഭാഗ്യദേവത നിങ്ങളുടെ മുകളിൽ പറന്നു പോകുന്ന കറക്റ്റ് മനസ്സിലാക്കി ചാടിപ്പിടിക്കാൻ അതിനും ഒരു ഭാഗ്യം വേണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു വെച്ചാല് ഈ ഭാഗ്യദേവത എപ്പം നമ്മളെ തലക്ക് മുകളിൽ കൂടി പറന്നു പോകുന്ന എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ചാടിക്കൊണ്ടേയിരുന്നു. എപ്പോഴും ഈ ഭാഗ്യദേവത്തെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചാടിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആ ഭാഗ്യദേവത്തെ പിടിക്കാൻ പറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ നമ്മൾ എന്ത് ചെയ്യാ, എപ്പോഴും ചാടിക്കൊണ്ടിരിക്കുക. അതായത് ഭാഗ്യം നിറഞ്ഞത് നമ്മുടെ ഒറ്റയ്ക്ക് നിൽക്കുക. അതിന്റെ കൂടെ എഫേർട്ടും കൂടി വേണം. ആ എഫേർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാകും. നമ്മള് മൊബൈൽ മുഹമ്മദ് സാർ എപ്പോഴും പറയാൻ, നമ്മളൊരു എഫേർട്ട് ഈ ഭൂമിയിൽ ഇട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ട് തരാതെ കടന്നു പോകില്ല. അതുപോലെ ഈ ഭാഗ്യദേവത ഇങ്ങനെ കടന്നു പോകുമ്പോൾ ചാടി പിടിക്കുക. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടോന്നോ അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് വരുന്നുണ്ടോന്നോ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അതിന്റെ റിസൾട്ട് എന്തായാലും വന്നിരിക്കും സാറേ. അതുകൊണ്ട് എല്ലാവരും ശക്തമായിട്ട് പ്രവർത്തിക്കും. ഇതിന്റെ നമ്മൾ കുറച്ച് ദിവസം നമ്മൾ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാതെ വീട്ടിലിങ്ങനെ ഒതുങ്ങി കൂടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങി കൂടി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യും, ഈ ബിസിനസ് മെല്ലെ പതുക്കെ ഔട്ടായി പോകുന്നത് കാണും. കാരണം വെച്ചാൽ നമ്മുടെ ഇപ്പൊ ഈ ഇതില്ലേ കപ്പലൊക്കെ വെള്ളത്തിലോടുന്നതല്ലേ, കപ്പൽ വെള്ളത്തിലോടുന്നത്. അപ്പൊ കപ്പൽ വെള്ളത്തിലോടുന്ന ആ വെള്ളം ഈ കപ്പലിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ കപ്പൽ മുങ്ങി. അപ്പൊ അത് മുങ്ങാതെ നോക്കേണ്ടത് കപ്പൽ, അത് നമ്മളെ ആ കപ്പിത്താനാണ്. അപ്പൊ വെള്ളം ഇതിലേക്ക് അതുപോലെ നമ്മൾ ജീവിക്കുന്ന നെഗറ്റീവിന്റെ കൂട്ടത്തിലാണ്. ആ നെഗറ്റീവ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വെച്ചാൽ ഈ ബിസിനസ്സിൽ നമ്മൾ പലപ്പോഴും വരുന്ന നെഗറ്റീവ് ഒന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ നെഗറ്റീവ് ഉണ്ടാവുക വെച്ചാൽ നമ്മൾ ഈ ബിസിനസ്സിൽ പരിചയപ്പെടുത്തി നമ്മളെ വിട്ടുപോയി കുറച്ചു കാലം ഇതിൽ ഒന്നും കിട്ടിയില്ല എന്നെല്ലാം പറഞ്ഞ് വിട്ടുപോയി. അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വിട്ടുപോയ ആളുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇടും. നമ്മളെ എങ്ങനെയെങ്കിലും നമ്മളെ ഇന്ന് പലിച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടിയില്ല എല്ലാ ഇതിലൊന്നും കിട്ടൂല, അങ്ങനെ ചെയ്യല്ല, അത് കഴിച്ചല്ല, അങ്ങനെ ഈ പ്രൊഡക്റ്റ് കഴിച്ചാൽ അങ്ങനെ അസുഖം വരും, പിന്നെ കിഡ്നി പോകും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ മനസ്സായിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ. ആ നെഗറ്റീവ് നമ്മുടെ ഉള്ളിലേക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ കപ്പൽ മുങ്ങുമ്പോൾ നമ്മൾ മുങ്ങിപ്പോ, പിന്നെ നമ്മൾ ഈ ബിസിനസ്. അതുകൊണ്ട് ഈ നെഗറ്റീവ് കടന്നുകൂടാതെ നമുക്ക് രക്ഷപ്പെടണം. നമ്മുടെ പ്രോഗ്രാമുകൾ ട്രെയിനുകളൊക്കെ നിരന്തരം അറ്റൻഡ് ചെയ്യുക. അങ്ങനെ
വീട്ടിലേക്ക് തന്നെ ഒതുങ്ങി കൂടാതെ വീട് നമുക്ക് എപ്പോഴും നെഗറ്റീവായി മാറും. കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റിലൊക്കെ ഇപ്പൊ ചെറിയ വരുമാനമൊക്കെ കുറയുന്ന സമയത്ത് വീട്ടിൽ നിന്നുള്ള നെഗറ്റീവ് ഒക്കെ കൈയല്ലേ ഇനി ഒന്നും ചെയ്യാൻ പറ്റും, കൈ വേണ്ടാന്ന് വിചാരിക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പരമാവധി പ്രോഗ്രാമുകളും അതുപോലെ പിന്നെ ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്ത നമ്മൾ ഈ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുന്നില്ല. ആ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതൊരു കൂട്ടമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അതിന്റെ ഒരു പോസിറ്റീവ് എനർജി. അതുപോലെയാണ് നമ്മുടെ പ്രോഗ്രാം സെന്ററുകളിൽ പലരുടെ അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഇത് ഷെയർ ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ഏറ്റവും ഉപകാരപ്രദമായ സംഭവമാണ്. നമ്മളെ ഈ പോസിറ്റീവ് എനർജി കിട്ടും പ്രോഗ്രാം സെന്ററുകൾ. അപ്പോൾ നമ്മൾ ഈ മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലെ ഇടക്കിടക്ക് അല്ലെങ്കിൽ ഇതിങ്ങനെ ഉപയോഗിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ചാർജ് തീർന്നു പോകുന്നില്ല. അതുപോലെ ഈ പ്രോഗ്രാമുകളിൽ പോയി ചാർജ്, അതായത് ഞാൻ പ്രോഗ്രാമിന് എടുത്തെടുത്ത് പറഞ്ഞാൽ പലരും പ്രോഗ്രാം പങ്കെടുക്കാം, ഞാൻ കേട്ടതല്ലേ ഇനി എന്തൊക്കെ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ. അതല്ല, പ്രോഗ്രാം നമ്മൾ കേട്ട് നമുക്ക് അനുഭവ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. എപ്പോഴും പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഞാൻ എപ്പോഴും എന്റെ ലീഡേഴ്സിനോടൊക്കെ പറയാറ്. അപ്പൊ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ പല പ്രോഗ്രാമുകളിലും ജനത്തിലുണ്ട്. അതൊക്കെ പ്രോഗ്രാമുകളാണ് നമ്മളെ എങ്ങനെയുള്ള പ്രോഗ്രാമുകൾ വെച്ചാൽ നമ്മളെ സെലിബ്രേഷൻ പ്രോഗ്രാമുകൾ, അതിലൊക്കെ ലീഡേഴ്സിനെയൊക്കെ പരമാവധി നമ്മൾ ഗസ്റ്റിനെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ഇതിനെ ശരിയായ വശങ്ങൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ ആൾ കിട്ടും. അതായത് നമ്മളിപ്പോ ഈ കമ്പനി 2013 സ്റ്റാർട്ട് ചെയ്ത് 2013 ആഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെച്ചാൽ 2020 ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആവുന്നൊക്കെ പറഞ്ഞൊരു കമ്പനി, അതിന്റെ മുന്നേ ഒരു വർഷം മുന്നേ 2019 ഇന്ത്യയിൽ നമ്പർ 1 കമ്പനി ആയിട്ട് മാറി. അപ്പൊ കമ്പനിന്റെ വിഷൻ, അതായത് കമ്പനി ഓരോ കാണുന്ന വെച്ചാൽ ഒരുപാട് മുൻകൂട്ടിയാണ്. നമ്മൾ ഈ വെൽനസ് പ്രൊഡക്റ്റുകൾ, അപ്പൊ വെൽനസ് പ്രൊഡക്റ്റുകളെ പറ്റി നമ്മൾ പരിചയപ്പെടുന്നത് വെച്ചാൽ അതായത് കൊറോണ വന്നതിന് ശേഷം അതിനു മുന്നേ നമ്മൾ പരിചയപ്പെടുന്നത് വെച്ചാൽ ഇൽനസ് പ്രൊഡക്റ്റുകൾ, ഇൽനസ് അതായത് രോഗം വന്നിട്ട് ചികിത്സിക്കാൻ രീതിയും മറ്റു കാര്യം. പക്ഷെ കമ്പനി ഇത്രയോ മുൻകൂട്ടി ഇത് പറയുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ മിഷനാണ് നമ്മൾ കാണേണ്ടത്. കാരണം വെച്ചാൽ ഇപ്പൊ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ പല രീതിയിൽ നമ്മള് മനുഷ്യരെ ഭൂമിയിൽ അപ്രത്യക്ഷമായിരിക്കുന്ന മനുഷ്യരെ പോലും ഒരു ജീവിപ്പിക്കുന്ന പോലെ കൊണ്ടുവരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളിപ്പോ ഈ എന്തെങ്കിലും ഒരു രോഗം വന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇന്ന ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ലാബ് ടെക്നീഷ്യൻ പോയിട്ട് നമ്മളെ രക്തം പരിശോധിക്കുന്ന പിന്നെ എന്നിട്ട് അതിന്റെ റിസൾട്ട് പറഞ്ഞിട്ട് ഡോക്ടർ പറയുന്നത് ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് കഴിയും. പക്ഷെ ഇനിയുള്ള കാര്യങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുന്നതാണെങ്കിൽ ശരിക്കും പറയുന്നത് വെച്ചാൽ നമ്മൾ സ്ക്രീനിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഡോക്ടർ ഇതിലെല്ലാം തെളിഞ്ഞു നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എല്ലാം ഒറ്റയടിക്ക് തെളിഞ്ഞു. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇനി വരാനിരിക്കുന്നത് നമ്മുടെ ഇന്നേ സാധനം കാൽസ്യത്തിന്റെ കുറവ് കൊണ്ട് അല്ലെങ്കിൽ ഇന്നേ സാധനം ഇത് മാഗ്നീഷ്യത്തിന്റെ കുറവ് ശരീരത്തിൽ ഇന്നേ അസുഖങ്ങൾ ഇനി ഇന്നേ സമയത്ത് വരാൻ സാധ്യത കൂട്ടി മുൻകൂട്ടി പറയാൻ പറ്റുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കാൽസ്യത്തിന്റെ കുറവുണ്ട് അല്ലെങ്കിൽ പ്രോട്ടീന്റെ കുറവുണ്ടെങ്കിൽ ഇന്നേ സാധനം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടുന്ന ഡോക്ടർ പറയാൻ ഇപ്പൊ എനിക്ക് കുറിച്ച് തരാൻ പോകും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ, അതായത് ഈ കാൽസ്യവും പ്രോട്ടീനും എല്ലാം അതായത് ഒക്കെ നമുക്ക് കിട്ടുന്ന എവിടെ നമ്മളെ പ്രൊഡക്റ്റുകളാ. ഈ കാൽസ്യം ഒക്കെ കിട്ടുന്ന ഈ സംഭവങ്ങൾ നമ്മളെ വെൽനസ് പ്രൊഡക്റ്റുകൾ അതൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴോ വന്നു കഴിഞ്ഞു. അപ്പോ അത്രയോ മുൻകൂട്ടി കാണുന്ന ഒരു കമ്പനിയുടെ കൂടിയാണ് നമ്മൾ അറിയാതെ ചെന്നപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ ജനങ്ങളിൽ എത്തിക്കുക. കാരണം വെച്ചാൽ ഈ പ്രൊഡക്റ്റുകൾ ഒരുപാട് ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള, അതായത് ഒരുപാട് അസുഖങ്ങൾ വന്ന് പിന്നെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ പ്രൊഡക്റ്റുകൾ പല രീതിയിൽ നമ്മളെ മരുന്നല്ലെങ്കിൽ ഈ ഫുഡ് സപ്ലിമെന്റ് എന്ന് പറഞ്ഞ ഈ സാധനം കൊടുത്തിട്ട് നമുക്ക് ആളുകളെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാം. പല വേദനകൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റുകൾ നമ്മൾ ജനങ്ങളെ കയ്യിൽ എത്തിച്ചേ തീരും. അതിനാണ് നമ്മൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ കട്ടിലിന്റെ അടിയിലൊക്കെ വെച്ചിട്ട് പിന്നെ നമുക്ക് തോന്നുമ്പോഴൊക്കെ കൊടുക്കാനുള്ള ഈ ജനങ്ങളിലേക്ക് ഈ സാധനം അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. അതുപോലെ അവർക്ക് ഈ ചെറിയൊരു വരുമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നമ്മൾ മുൻകൈയിട്ട് ഇറങ്ങും. അങ്ങനെ നമുക്ക് വലിയ നേട്ടങ്ങൾ ഈ ബിസിനസ്സിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അതിനുവേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബിസിനസ്സിലൂടെ എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് സർവേശ്വരന്റെ അനുഗ്രഹം ഉണ്ട്. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല, ജലദോഷം പിടിച്ച് മൂക്കൊക്കെ അടഞ്ഞിട്ടുണ്ട്, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും സാർ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. എന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് സർവേശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. അതുപോലെ ഈ ബിസിനസ്സിൽ നമ്മളെ സാറ് ബെൽനി സാറിന്റെ ടീമാണെന്ന് തോന്നുന്നേ.
നെല്ല്